300-400 കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു നമ്പർ പ്ലേറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ടിയുള്ള ഒരു തകിടാണ്. ഇതുപോലെ ഈ ഒരു നട്ടും ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഇൻഡിക്കേറ്റർ പിടിപ്പിക്കാനുള്ള. ഒട്ടും തന്നെ ചെളിയൊന്നും അകത്തോട്ട് കയറത്തില്ല അല്ലേ. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാൻ നമ്പർ പ്ലേറ്റിലേക്ക് നേരെ സ്ക്രൂ ചെയ്താൽ മതി ഈ ഒരു ഗ്യാപ്പിലേക്ക്. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയുടെ സ്റ്റോക്ക് ടെയിൽറ്റടി മാറ്റിയിട്ട് നമ്മൾ കസ്റ്റം ടെയിൽറ്റടി പിടിപ്പിക്കാൻ പോകുന്ന വണ്ടിയിൽ. അതായത് നിങ്ങളൊക്കെ പലരും 200-300 രൂപയൊക്കെ ക്വാളിറ്റി കുറഞ്ഞ ടെയിൽറ്റടി കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇഷ്യൂ. നമ്മൾ ചെറിയ കുഴിയിലൊക്കെ വണ്ടി ചാടിക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻഡിക്കേറ്ററിന്റെയും ആ നമ്പർ പ്ലേറ്റിന്റെ വെയിറ്റ് കാരണം വേഗം തന്നെ ആ ടെയിൽറ്റടി കാര്യങ്ങൾ ഒടിഞ്ഞു പോകും. അതിന്റെ തകിടിന് തീരെ കട്ടി കുറയും. ഇത് അത്യാവശ്യം നല്ല കട്ടി കൂടിയൊരു മെറ്റീരിയൽ അതിന്റെ. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടെയിൽറ്റടിയാണ് അല്ലടാ. ഇതാണെന്ന് പറയാൻ കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ അതിന്റെ. നല്ല കട്ടി ഉണ്ടല്ലോ ഇതിന്, ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഒരു തകിടാണ്. അതുപോലെ തന്നെ ബാക്കി ഒരു ടെയിൽറ്റടി വെച്ച് നോക്കുമ്പോഴാണ് ഒരു 10-300 കിട്ടുന്നതിൽ നമുക്ക് ഈ ഒരു മറ്റേ നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും അത് കിട്ടത്തൊന്നുമില്ല. ഇതിനതെല്ലാം ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് പോലെയൊക്കെ തന്നെ ഇരിക്കും. അത്യാവശ്യം MVDയും പോലീസൊക്കെ പിടിച്ചാൽ തന്നെ ഊരി പോരാ. പിന്നെ ഇത് കണ്ടില്ല, അകത്തോട്ടൊന്നും ചെളിയൊന്നും തെറിക്കാണ്ടിരിക്കാനായിട്ട് കവറിങ് കാര്യങ്ങളൊക്കെ നല്ല കവറിങ് കാര്യങ്ങൾ കൊടുത്തു. അതിന്റെ ആ ഒരു കവറിങ് അതിന്റെ ഊരി കഴിയുമ്പോഴത്തേനും തിരിച്ച് കറക്റ്റ് സ്റ്റോക്ക് പോലെ തന്നെ ഇരിക്കും. പിന്നെ വേറെ പല ക്വാളിറ്റി പറഞ്ഞതിനും ഇതുണ്ട്. ഇവിടുന്ന് ഈ ഊരി കഴിഞ്ഞാൽ ചേസ് കാണാൻ പറ്റും. ചേസ് കാണാൻ പറ്റും. നമ്മൾ ക്ലാമ്പ് മാത്രമായിട്ട് ഇരിക്കുള്ളൂ. ഇതാണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും. ഇതിന്റെ ആ സ്റ്റോക്ക് പോലെ തന്നെ ഇവിടെ കവർ ചെയ്ത് നിൽക്കും. പിന്നെ ഇതിന്റെ അകത്തേക്ക് പൊടി വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ മറ്റേ വയറിംഗ് ഗീറ്റും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ഒക്കെ ആവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ തുരുമ്പൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ടല്ലോ. വണ്ടിയുടെ ചേസൊക്കെ തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഊരിയിട്ട് ഫിറ്റ് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യണ്ടേ? വണ്ടിയുടെ സീറ്റ് ഊരിട്ട് സീറ്റിനകത്തുള്ള ഈ കണക്ഷൻ കാര്യങ്ങളൊക്കെ പോട്ടുണ്ട്. ഇൻഡിക്കേറ്ററിലേക്ക് വന്നേക്കണം, ഈ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റിലേക്ക് വന്നേക്കണം. കണക്ഷൻ എല്ലാം പിടിക്കണം. 3 കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സീറ്റ് വരണം അല്ലേ? ഓക്കെ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു റെഡ് നമ്മൾ നേരത്തെ പിടിച്ചിട്ടിരുന്നല്ലേ. ഇതിന്റെ ആ നമ്പർ പ്ലേറ്റ് ലൈറ്റിന്റെ ആണ് ഈ റെഡ് കളറ്. പിന്നെ 2 ഇൻഡിക്കേറ്ററുണ്ട്, ഈ ഒരു പച്ചയും ഈ ഒരു വെള്ളയും. അപ്പൊ ആ ഒരു 3 കണക്ടർ പിടിക്കുക ആദ്യം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടിയിൽ കാണുന്ന ഈ ഒരു 4 നെട്ടുണ്ട് ഇവിടെ. ആ ഒരു 4 എലിങ്കി ഊരി കഴിഞ്ഞാൽ ഈ ഒരു ടെയിൽ പീസ് ഫുള്ളായിട്ട് ഊരി പോരും. അപ്പൊ നമുക്ക് ഇനി അത് കഴിക്കാം. ഇത് നമ്മൾ 4 നട്ട് ഊരല്ലടാ, ഒരു എല്ലിങ്കിയാണ്. 4 എല്ലിങ്കി നട്ട് ശരിക്കും ഊരിയെടുക്കുകയാണ് നമ്മൾ. അതിനുശേഷം ഇത് ഊരിയെടുത്തിട്ട് പിന്നെ എന്താ ചെയ്യണം നമ്മൾ? ഈ വയർ കട്ടാവാണ്ട് ഇവിടുന്ന് നൈസായിട്ട് ഊരി എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ വയർ കട്ടായി പോകും. ഇത് ഊരിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ 2 ഇൻഡിക്കേറ്റർ ഇതൊന്ന് ഊരിയെടുക്കണം. ഇതൊന്ന് ഊരിയെടുത്തിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന കസ്റ്റമത്തിലേക്ക് പിടിപ്പിക്കാൻ പോകാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഊരിയ ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ടെയിൽ ടൈഡിയും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ടല്ലേ. ഇത്തരം നമ്മൾ 2 ഇൻഡിക്കേറ്റർ ഊരി എടുക്കണ്ടല്ലോ. 2 ഇൻഡിക്കേറ്റർ ഊരി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതുപോലെ ഈ ഒരു നട്ടിങ് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഊരി എടുക്കാം അല്ലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ചേസ് കാണുന്നുണ്ടല്ലേ. അതല്ലേ, ഈ ഒരു ചേസ് നമ്മളിപ്പോൾ എടുത്ത് കസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോലെ ഇന്ന് കാണിച്ചു കൊടുത്ത് ജസ്റ്റ്. ഇത് കണ്ടല്ലേ, ഫുള്ളായിട്ട് കവർ ചെയ്യുമല്ലോ. ഒരു സ്റ്റോക്കും അങ്ങനെ വണ്ടി വരുന്നത് അതിന്റെ ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ബാക്കി വന്നേക്കണം. മറ്റേ അല്ലാത്ത ടെയിൽറ്റടിയിലൊക്കെ ഒന്നും ഇങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ലാത്ത ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുക. ഇതിനകത്തോടെ വെള്ളമൊക്കെ കയറി എൻ്റെ വയറിംഗ് ഗീറ്റിലൊക്കെ വെള്ളം ചാടുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇനി ഈ ഒരു 2 ഇൻഡിക്കേറ്റർ കൂടി ഊരി എടുത്താൽ മാത്രം മതി അല്ലേ. കണ്ടില്ല, ഈ ഒരു പൈപ്പിനകത്തോടെ അല്ലേ തന്നെ കൊള്ളാമല്ലേ. പുറത്തോട്ട് തന്നെ വയറിംഗ് ഗീറ്റിലൊന്നും ഒട്ടും തന്നെ പുറത്തോട്ടൊന്നും കയറത്തൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പിനകത്തോടെയാണ്. ഇവിടെ ഒരു ചെറിയ റബ്ബറിന്റെ ബുഷ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഊരിയാൽ പോരെ. അതാ ഫുള്ളായിട്ട് ഊരി എടുക്കുമ്പോൾ വലിച്ചെടുത്താൽ മതി. നമ്മൾ ഇൻഡിക്കേറ്റർ ഫുള്ളായിട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ പിടിപ്പിക്കാൻ പോകണം. ഇതിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഇൻഡിക്കേറ്റർ പിടിപ്പിക്കാനുള്ള. ഇത് തന്നെ സ്റ്റോക്ക് തന്നെ വരുന്ന ലോക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലേ. വേറെ പല ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല അല്ലേ. കറക്റ്റ് പൊസിഷനിൽ ഇരിക്കില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചടിയിരിക്കും, ചിലപ്പോൾ താന്നൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് ഇനി ഇൻഡിക്കേറ്റർ ഇത്തരക്കും ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഫുള്ളായിട്ട് പിടിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോളിനകത്തോടെ നമ്മൾ കയറ്റി എടുത്തിട്ടില്ലേ. ഈ പിടിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഹോളിലേക്കൂടെ ഒന്നുകൂടെ വയറും കാര്യങ്ങളൊക്കെ കയറ്റി വിടുക. എന്നിട്ട് ഈ ഒരു ഹോളിൽ കൂടെ അകത്തേക്ക് ഇടുക. അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. രണ്ടാമത് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളിൽ കൂടെ കയറാൻ പറ്റില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന്റെ കവറിന്റെ അകത്തോടെ നമുക്ക് ഇൻഡിക്കേറ്ററിന് 2 കണക്ഷനും പിന്നെ ഈ നമ്മുടെ ബ്രേക്ക് ലൈറ്റിന്റെ കണക്ഷനും കൂടെ കൊടുത്ത് കയറ്റി വിട്ടിട്ട് ഈ ചേസിന്റെ അകത്തോടെ കണക്ഷൻ ഇനി കണക്ട് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഈ ഒരു 4 ബോൾട്ടും കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പരിപാടിയും തീർന്നു. നമ്മൾ ആദ്യം ഊരി വെച്ചൊരു 4 എലിങ്കി നട്ടുണ്ട്, ആ സംഭവം കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പരിപാടി തീർന്നു. അപ്പോൾ ഇത് പിടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വണ്ടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ബാക്കിൽ നിന്ന്. ആ ഒരു സ്റ്റോക്ക് ടെയിൽ ടൈഡ് ഇരിക്കുന്നതിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ തന്നെയല്ലേ. അതെ.
ഇവിടെ നോക്കി അറിയാൻ കണ്ടല്ലോ, ഒട്ടും തന്നെ പുറത്തോട്ട് ചേസും കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലേടാ. ഫുൾ കവറിങ് ചെയ്ത് ഫുള്ളായിട്ട് കവറായി പോയിട്ടുണ്ട് അല്ലേ. ഒട്ടും തന്നെ ചെളിയൊന്നും അകത്തോട്ട് കയറത്തില്ല അല്ലേ. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാൻ നമ്പർ പ്ലേറ്റിലേക്ക് നേരെ സ്ക്രൂ ചെയ്താൽ മതി ഈ ഒരു ഗ്യാപ്പിലേക്ക്. ഈ ഒരു നട്ടിന് ഇതുണ്ടല്ലോ ഇവിടെ ആയിട്ടല്ലേ. അപ്പോൾ ഈ ഒരു ടെയിൽ ടാഡിക്ക് എങ്ങനെ റേറ്റ് എങ്ങനെ തന്നെ? ഇത് 1500 കൊടുക്കണം. 1500 റേറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. കാരണം ബാക്കി ഒരു 300-400 കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു നമ്പർ പ്ലേറ്റിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത്. ഒരിക്കലും ഒടിഞ്ഞൊന്നും പോകത്തില്ല, ഒരു കുഴിച്ചടിയാൽ അങ്ങനെ ഒന്നും ഒടിഞ്ഞു പോകത്തില്ല. ഇന്നോളം ഈസി ആയിട്ട്. പിന്നെ അകത്തോട്ട് ചെളിയും കാര്യങ്ങളൊന്നും കയറത്തുമില്ല. അല്ലെങ്കിൽ മൊത്തം നോക്കി സ്റ്റോക്ക് ലുക്ക് തന്നെയാണ് ഇതിന് കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു ലുക്കുണ്ട്. MBD പോലീസ് ഒക്കെ ആണെങ്കിൽ തന്നെ പിടിക്കത്തൊന്നുമില്ല. സോ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീപ്പൊരി ആയിട്ടായിരുന്നു. എല്ലാവർക്കും ബൈ.